ഓച്ചിറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരമായി. ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വൈദ്യുതി നിലച്ചത് സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന് ആശുപത്രി അധികൃതർ റിപ്പോർട്ട് നൽകിയിരുന്നു. OCB എന്ന വാർത്തയെ തുടർന്നാണ് ഇന്ന് നമ്മുടെ CHCയിൽ ഈ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ആ ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ സ്റ്റാഫിനെയും വിളിച്ചു ചേർക്കുകയും ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും നമ്മുടെ ലോഡ് കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടയ്ക്ക് 5 മിനിറ്റ് വീതം 3 ദിവസം കറണ്ട് പോയി എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഇത്രയും വലിയൊരു വാർത്തയ്ക്ക് ഇവിടെ പ്രാധാന്യം കൊടുത്തത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്തിൻ്റെ പേരിലാണെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ അത് എന്ത് തന്നെയായാലും ഇവിടുത്തെ മരുന്നിനെക്കുറിച്ചും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഫേവർ ചെയ്താണ് എന്തായാലും അവർ വാർത്ത കൊടുത്തത്. അപ്പോൾ ഈ രാഷ്ട്രീയ ചൊവ്വയോടുകൂടിയാണ് ഇത് കാണുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആരും മഞ്ഞുകൊള്ളേണ്ട കാര്യമില്ല. കാരണം ആ രീതിയിലൊന്നും ഭയക്കുന്ന ഒരു ഭരണസമിതി അല്ല ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓച്ചിറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരമായി. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനും നടപടി സ്വീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വൈദ്യുതി തകരാറിലായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലെത്തിയവർ ഏറെ പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. ഇരുട്ടത്ത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലായിരുന്നു കുത്തിവയ്പ് ഉൾപ്പെടെ എടുത്തിരുന്നത്. സംഭവം വാർത്തയായതിനെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ടത്. ഈ ഓട്ടോമാറ്റിക് അക്രഡിറ്റേഷൻ എടുക്കുന്ന ഒരു കുറച്ച് സമയം അത് എടുക്കുന്നു. രണ്ടാമതിരിക്കുന്ന കാര്യം, നമ്മുടെ ഹോസ്പിറ്റലിൽ പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് പുതിയൊരു ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 150ഓളം ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു വിദേശ നിർമ്മിതമായ മെഷീൻസ് വന്നിരിക്കുന്ന ഒരു ലാബാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പുതിയ മെഷീൻ വന്നതിനനുസരിച്ച് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, അത് വോൾട്ടേജ് വളരെ ഹൈ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ചില സമയങ്ങളിൽ ഫീസ് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോഴും നിലവിലുള്ള പ്രശ്നം. ഇതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇടവിട്ട് തുടർച്ചയായിട്ട് 3 ദിവസങ്ങളായി കറണ്ട് ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും ഈ ആശുപത്രിയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇടവേളയിൽ കറണ്ട് പോയതുകൊണ്ട് നമ്മുടെ വാക്സിനേഷൻ വിൽക്കുന്ന ഈ പറഞ്ഞ ഫ്രീസറിനോ അങ്ങനെയുള്ള ഡീഫ്രീസറിനോ നമ്മുടെ വാക്സിൻ വയ്ക്കുന്ന കാരിയർക്ക് യാതൊരു പ്രശ്നമോ കേടോ ഉണ്ടാകും. കാരണം അതിന് ഓട്ടോമാറ്റിക് അലാം സിസ്റ്റം വഴി ഒരുപക്ഷെ നമ്മുടെ സിസ്റ്റത്തിലായിട്ടുള്ള പബ്ലിക് ഹെൽത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ജില്ലാതലത്തിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിലോ വരെ അറിയാനുള്ള സംവിധാനമായിരുന്നു. അത് കാരണം ജനങ്ങൾ അതിനെക്കുറിച്ച് യാതൊരു വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം വാക്സിൻ വളരെ ഇൻടാക്റ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കാത്തതിന്റെ കാരണം ഡീസൽ ഇല്ലാതിരുന്നത് അല്ല എന്നും KCBയുമായി ബന്ധപ്പെട്ട തകരാറായിരുന്നുവെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ജനറേറ്റർ മാനുവലായി പ്രവർത്തിക്കാതിരുന്നതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി മാറിയത്. ഇത് സംബന്ധിച്ച് നഴ്സിംഗ് ഓഫീസർ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരും ആശുപത്രി അധികൃതരും അടിയന്തരമായി യോഗം ചേർന്നു. തുടർന്നാണ് വൈദ്യുതി പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാൻ തീരുമാനമായത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.